ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻകുളത്തിലെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വന്നതാട്ടോ. നമ്മൾ വരുന്നതൊക്കെ അവർക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ മുകളിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കുകയാണ്. തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവർ മറ്റേ കുളത്തിന് പുറത്ത് നമ്മുടെ കൂടിൻ്റെ പുറത്തും കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളല്ല, അവർ ഇത്തിരി വലുതായിരിക്കണം. ഇവർ വന്ന് തിന്നണ കണ്ടപ്പോൾ കൂടിൻ്റെ പുറത്തുള്ള മീനുകൾ വന്നിട്ട് തിരക്കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അവർക്കും നമുക്ക് കൊടുക്കണം. അവർ ഇവരുടെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. കുട്ടികളെല്ലാവരും ഒന്നും കാണാനില്ല, കുറച്ച് പേരെ കാണാനുള്ളൂ. ബാക്കിയുള്ള മീനുകളൊക്കെ എവിടെയെന്ന് അറിയില്ല. കുറേ മീനുകൾ ഉണ്ടായതാണ്. അപ്പം ഇനി ആദ്യം നമുക്ക് അപ്പുറത്തുള്ള മീനുകൾക്ക് കൊടുക്കാം. കൂടിൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ മീൻ കുട്ടികൾക്ക് കൊടുക്കണം കാണുമ്പോൾ അതിൻ്റെ തിരക്കൂട്ടിലാണ് അവർ. കുറച്ച് മീൻ തീറ്റയൊക്കെ കൊടുത്ത് അവർ കിടന്ന് പൊളയ്ക്കണുണ്ടോ. ഇതിലിത്തിരി വലിയ മീനുകളാട്ടോ. ഈ കൂട്ടിൽ കുറച്ചും കൂടി വലിയ മീനുകളാണ്. ഇവർക്ക് ഈ മീൻ തീറ്റയൊന്നും കൊടുത്തു കഴിഞ്ഞാൽ പോരാ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറൊന്നും അറിയണ്ടാവില്ല. കാരണം കുറച്ചധികം മീനുകളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചോല കണ്ടിട്ടുണ്ടാവുമായിരിക്കില്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വലിയ കൂടിൻ്റെ ഫോട്ടോയും കൂടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ കൂടിൻ്റെ ഉള്ളിലത്തെ മീനുകൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇവരും വന്ന് തിരക്കൂട്ടും. ഇവർക്കും കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കൊടുക്കുകയാണ് കേട്ടോ. മീനുകൾ നമ്മുടെ വലിയ ചോലയാണ്, വലുതാ പറഞ്ഞാൽ വലിയൊരു കുളമാണ്. അപ്പോൾ അതിൽ മീനുകൾ പറഞ്ഞാൽ ഇഷ്ടംപോലെ മീനുകളുണ്ട്. പക്ഷേ നമുക്കത് പൊരിക്കാനും എടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ കൂട്ടിൽ വളർത്തുന്ന മീനുകൾക്ക് തീറ്റ കൊടുക്കുക എന്നല്ലാതെ മറ്റേ പുറത്തുള്ള മീനുകൾക്ക് തീറ്റ കൊടുത്താലും നമുക്കത് പിടിക്കാനൊന്നും പറ്റില്ല. വെള്ളം വറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ കയ്യിൽ നിന്ന് വന്ന് തിന്നാനൊക്കെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ മീനുകൾക്ക് പേടിയൊക്കെ പോയിരിക്കണം. എപ്പോഴും ഇങ്ങനെ മീനിൻ്റെ തീറ്റ ഇട്ടെടുത്തിട്ട് അവർക്ക് ആ പേടിയൊക്കെ പോയി. ഇനി നമ്മുടെ മീനുകൾക്ക് നമ്മൾ വേറൊരു തീറ്റയും കൂടി കൊടുക്കും കേട്ടോ. ചേമ്പിൻ്റെ ഇല ഇല്ലേ, ചേമ്പിൻ്റെ ഇല അതിനൊരു കമ്പിയിൽ കെട്ടിയിട്ട് നമ്മളിതിലേക്ക് കെട്ടി വെച്ച് കൊടുക്കും. അത് കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീനുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇല, ചേമ്പിൻ്റെ ഇല അങ്ങനെ കെട്ടി ഇറക്കി വെച്ച് കുറച്ചധികം ചേമ്പിൻ്റെ ഇലയിലൊക്കെ ഇവിടെ കോർത്തിട്ട് ഒരു കമ്പിയിൽ കെട്ടി തൂക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചെടുക്കുക ചെയ്യാം. അതിലേക്ക് ഇറക്കി വെക്കണതേ കാണുള്ളൂ കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർ എത്ര പെട്ടെന്ന് തീറ്റ കഴിയുമെന്നറിയോ. അതങ്ങോട്ട് ഇടണത് മാത്രമേ കാണൂ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാണ്ട് അവിടെ കിടക്കണുണ്ടോ അതിൻ്റെ ചേമ്പിൻ്റെ ഇലയുടെ ഈ ഇത് മാത്രം. അതൊക്കെ ഇന്നലെ കൊടുത്തതിൻ്റെയാണ് കേട്ടോ. നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ കോലം പിന്നെ വെറും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇലയൊക്കെ അവർ മുഴുവനായിട്ട് തിന്നിട്ടുണ്ടാവും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇല. കൂട്ടിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ എത്ര പെട്ടെന്ന് അവർ തീറ്റ കഴിഞ്ഞ് കണ്ടോ. ഇങ്ങനെ അവർ ഇട്ട് കൊടുക്കണതിൻ്റെ മുമ്പ് തന്നെ അവർ തീറ്റ കഴിയും. അങ്ങനെ അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് അവർ തിന്നും. അത് എന്നിട്ട് എടുത്തു കഴിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ അത് കേട് വരുമല്ലോ, വെള്ളവും ചീഞ്ഞതാവും. അപ്പോൾ അതെടുത്ത് പൊങ്ങിച്ച് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മീൻ വളർത്തുന്ന ചോല. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടിയും പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ.